ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചിക്കൻ സൂർബിയാൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉള്ളി പൊരിച്ച ഉള്ളി കേട്ടോ, ഫ്രൈഡ് ഒനിയൻ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അത് മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, അതിനുശേഷം ഇഞ്ചി, അതിനുശേഷം കുറച്ച് മസാലപ്പൊടികളായിട്ട് ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 3-4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി, അത് ചിക്കൻ മസാലയാണ്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൈരാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് ആഡ് ചെയ്തതിന് ശേഷം തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ചിക്കനിൽ ചേർത്ത് കൊടുത്താലും മതി. ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തു. ആ പേസ്റ്റാണ് ഈ ഉരുളക്കിഴങ്ങും ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ഭാഗത്ത്. എൻ്റെ കൂടെ തന്നെ ഞാൻ 2 മാഗി ക്യൂബും കുറച്ച് അറബിക് മസാലപ്പൊടി, അറബിക് സ്പൈസസ് പൊടി കേട്ടോ, അത് നമുക്ക് വാങ്ങാൻ കിട്ടും. അതും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ലോങ് റൈസാണ്, മന്തിയൊക്കെ ഉണ്ടാക്കുന്ന റൈസ്. നന്നായിട്ട് കഴുകി വെള്ളത്തിലൊരു കുറച്ച് നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. കുതിർത്തിലേയും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഉള്ളി പൊരിച്ചെടുക്കുകയാണ്. അതിന് കൂടെ തന്നെ വെള്ളം വെച്ച് കുറച്ച് സ്പൈസസും ഉണക്ക നാരങ്ങയും ലെമണൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ട് വെള്ളം അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി പൊരിക്കുന്നതിന് കുറച്ച് എണ്ണ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് അരി ഒട്ടി പിടിക്കാതിരിക്കാനും പിന്നെ അരിക്ക് നല്ലൊരു ഫ്ലേവർ വരും ചെയ്യും ഉള്ളി പൊരിച്ചുകൊണ്ട്. പിന്നെ കാഷ്യൂനട്ട് വേണ്ട തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള എണ്ണ ചിക്കനിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതവിടെ ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അവിടെ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കുക്കായി പോകണ്ട, ഒരു 50%-60% മാത്രം കുക്കായാൽ മതി. ബാക്കി നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ ഇട്ട് ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടും കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ മാറ്റുകയാണ്. ഫസ്റ്റ് കുറച്ച് മാറ്റി, അതിന് ശേഷം 2 മിനിറ്റിന് ശേഷം ബാക്കിയും കൂടി ഫുള്ളായിട്ട് മാറ്റിട്ടോ. അതിന് ശേഷം ചിക്കനൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് അതായിട്ട് ഇങ്ങനെ വെന്ത് വരാനുള്ള ഭാഗം വരുമ്പോൾ നമ്മൾ അരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 50% വേവിച്ച റൈസ്, അതിൻ്റെ മേലെ കാഷ്യൂനട്ടും ഒനിയൻ ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് അതേപോലെ തന്നെ ഒന്നുകൂടി ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് ദമ്മാക്കി പോലെ വെക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 25 മിനിറ്റിന് ശേഷം കേട്ടോ ഞാൻ അത് ഓപ്പൺ ആക്കി നോക്കുന്നത്. ഇതാ നല്ല സ്മെല്ല്, അടിപൊളി സ്മെല്ലാണ് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.